ഒരു കളിസ്ഥലത്തിൻ്റെ പേരിൽ വലിയ പോര് നടക്കുകയാണ് ആലുവയിൽ. ആലുവയിലെ ഏക പൊതുകളിക്കളം ഫുട്ബോൾ ടർഫാക്കി മാറ്റാനുള്ള ആലുവ മുനിസിപ്പാലിറ്റിയുടെ തീരുമാനമാണ് വിവാദത്തിലായിരിക്കുന്നത്, വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുന്നത്. ടർഫായി രൂപമാറ്റം വരുത്തുമ്പോൾ നാടിൻ്റെ കളിസ്ഥലം നഷ്ടപ്പെടുമെന്നാണ് ടർഫിനെ എതിർക്കുന്നവരുടെ വാദം. പതിറ്റാണ്ടുകളായി ആലുവക്കാരുടെ പൊതു കളിസ്ഥലമാണ് ഈ ഗ്രൗണ്ട്. കൂടുതൽ സൗകര്യങ്ങളോടെ ഗ്രൗണ്ട് ഫുട്ബോൾ ടർഫാക്കി മാറ്റാനുള്ള തീരുമാനത്തിനെതിരെയാണ് വ്യാപക പ്രതിഷേധമുയരുന്നത്. $1.5 കോടി രൂപയുടെ MB ഫണ്ടിലാണ് ടർഫ് നിർമ്മാണം. പൊതുകളിക്കളം ഫുട്ബോൾ ടർഫാക്കി മാറ്റുന്നതിനോട് നാട്ടുകാർക്ക് അത്ര യോജിപ്പില്ല. ഇപ്പോൾ പ്രായോഗികമല്ലാത്തൊരു ടർഫ് മാത്രമല്ല, ഇവിടെ ഒരു 10-17 സ്കൂളുണ്ട് ആലുവ ടൗണിൽ. ഈ സ്കൂളിലെ എല്ലാ കായിക മത്സരങ്ങളും നടക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇതൊരു ടർഫ് വിരിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർക്കൊന്നും ഇവിടെ കളിക്കാൻ പറ്റില്ല. ടർഫിലേക്ക് മാറുമ്പോൾ കളിക്കാനെത്തുന്നവർക്ക് പരിക്കുകൾ കൂടുമെന്നാണ് മറ്റൊരു വാദം. ടർഫിന്റെ സംരക്ഷണത്തിനും അറ്റകുറ്റപ്പണിക്കുമുള്ള ചെലവ് ഭാരിച്ചതാകുമെന്നും ഈ തുക മുനിസിപ്പാലിറ്റിക്ക് കണ്ടെത്താനാകില്ലെന്നും LDF പറയുന്നു. അതൊരു വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഗ്രൗണ്ടിനെ സംരക്ഷിക്കാനൊന്നുമല്ല, വ്യക്തികളെ സംരക്ഷിക്കാനാണ് ഈ ഗ്രൗണ്ട് ഈ ടർഫാക്കാണെന്ന് നീക്കാൻ പോയിക്കുന്നത്. ഇവിടെ ഒരു സ്വകാര്യ പ്രാക്ടീസ് ടീം ഈ ഗ്രൗണ്ട് വിഴുങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇവിടുത്തെ എല്ലാ ആലുവക്കാർക്ക് അറിയാതോ ആരാ വിഴുങ്ങണമെന്നുള്ളത് അറിയാം. ടർഫ് നാടിന് നല്ലതിനെന്ന ആലുവ മുനിസിപ്പാലിറ്റി ചെയർമാൻ MO ജോൺ വിദഗ്ധരുമായി ചർച്ച നടത്തി. ഒരു പ്രശ്നവുമില്ല. ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് നൽകുന്നത്. സത്യത്തിൽ അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഈ ടർഫ് നാച്ചുറൽ ടർഫിനേക്കാൾ ദീർഘകാലം നിലനിൽക്കും. ഞാൻ വിദഗ്ധരുമായി ചർച്ച ചെയ്ത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ 10 വർഷക്കാലത്തേക്ക് വലിയ മെയിൻ്റനൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. പിന്നെ ഇവർ പറയുന്ന ഒരു ആരോപണം, അവിടെ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഗ്മെൻറ്റ് തകരാറാവും, പരിക്കൊട്ടാവും എന്നൊക്കെയാണ്. പാറക്കല്ലിൽ കളിക്കുന്നതിനേക്കാൾ സേഫല്ലേ കൃത്രിമ പുല്ലിൽ കളിക്കുന്നത്? കളിക്കളത്തെ ചൊല്ലി വമ്പൻ രാഷ്ട്രീയ പോരാണ് ആലുവയിൽ. ഒരു വിഭാഗം UDF കൗൺസിലർമാർക്കും ടർഫിനോട് എതിർപ്പുണ്ട്. പരസ്യമായി പറയാനാവാത്തതിനാൽ പ്രതിഷേധക്കാർക്ക് രഹസ്യമായി പിന്തുണ അറിയിച്ചു. LDF ഹൈക്കോടതിയെ സമീപിച്ചു. മുനിസിപ്പാലിറ്റി ഒരാഴ്ചയ്ക്കുള്ളിൽ വിശദീകരണം നൽകാനാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. രാഷ്ട്രീയ ഉദ്ദേശം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറയാനേ ഞാൻ ഈ അവസരം. ഞങ്ങൾ ആർക്കും എതിരല്ല. മുനിസിപ്പാലിറ്റിയും നാട്ടുകാരും തമ്മിലുള്ള ഈ കളിയിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ആലുവയിൽ നിന്ന് സന്തോഷ് ശേഖവർക്കൊപ്പം അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ. പൊതു കളിസ്ഥലം ടർഫാക്കി മാറ്റുന്നതിനോട് പ്രദേശവാസികൾക്ക് വലിയ എതിർപ്പാണുള്ളത്. വിഷയത്തിൽ അവർ പ്രതിഷേധം കടുപ്പിക്കുന്നുണ്ട്. ഈ വിഷയം ചില രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തതായി കാണാൻ കഴിഞ്ഞു. കേസ് നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. ചില പ്രതികരണങ്ങൾ കൂടി കാണാം. ടർഫ് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളും അതായത് ശ്വാസകോശത്തിന് തടസ്സങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയുള്ള ടർഫ് പല രാജ്യങ്ങളിൽ നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ മുനിസിപ്പാലിറ്റി ഈ ടർഫ് ഇവിടെ അനുവദിക്കണമെന്നും പറഞ്ഞ് പുതിയ ഒരു രൂപീകരണമായിട്ട് വന്നിരിക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ കളിച്ചു വളർന്ന് ഇന്ത്യൻ ടീമിലും സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഇത് ടർഫാക്കണമെന്ന് പറഞ്ഞു വരുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു ഗ്രൗണ്ട് ഉണ്ട്, അത് ടർഫ് ചെയ്യരുതെന്നും പറഞ്ഞ് അവർ പ്രതിഷേധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ടർഫ് ചെയ്യാണ്. ഇതൊരു നിശ്ചിത താല്പര്യത്തിന് വേണ്ടി ഇവരിത് ചെയ്യുന്നതാണ്. ഈ പ്രായത്തിൽ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഈ ടർഫ് ഇപ്പോൾ കളിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ട് ഒറ്റ പ്രാവശ്യം ഇന്ന് ഇഞ്ചുറി പറ്റിയവർ ഇന്ന് കളിക്കാൻ വന്നിട്ടില്ല. അതുപോലെ മാത്രമല്ല, ഇന്നിപ്പോൾ ഈ സ്കൂളുകൾക്കൊക്കെ ഈ ഗ്രൗണ്ടുകളില്ല. അത് അവരാശ്രയിക്കുന്ന ഈ ഗ്രൗണ്ടിനെയാണ്. ഇനിയും ഞങ്ങളുടെ തലമുറക്കാർക്ക് ഇവിടെ കായിക വിനോദം നടത്താനും ഫുട്ബോൾ മത്സരം നടത്താനും ക്രിക്കറ്റ് നടത്താനും രാവിലെ സവാരി നടത്തുന്നുണ്ട്. ഇവിടെ ഒരുപാട് വയസ്സായവരുണ്ട്, പെണ്ണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇത്തിരി ടർഫ് വന്നാൽ ഈ ടർഫ് മലപ്പുറത്ത് നിന്ന് സുലൈമാൻ എന്നൊരു പ്രേക്ഷകൻ കുറിക്കുന്നത്, നിലമ്പൂർ മണ്ഡലത്തിൽപ്പെട്ട പാലുണ്ട മുണ്ടേർ റൂട്ടിൽ പാലുണ്ട മുതൽ ചാത്തമുണ്ട വരെയുള്ള റോഡ് എത്രയോ കാലമായി ദുരവസ്ഥയിലാണ്. മലയോര ഹൈവേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു വർക്കും നടക്കുന്നില്ല. ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ആ നിർദ്ദേശം ഉറപ്പായും നമ്മൾ പരിശോധിക്കാം, നമ്മൾ അന്വേഷിക്കാം എന്താണ് അതിൻ്റെ വിവരം എന്നുള്ള കാര്യം. നമുക്ക് കൂടി ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് റിപ്പോർട്ടായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യാം. വിഷ്ണുദേവ് എന്ന് പറയുന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത്, പിറവം നിയോജക മണ്ഡലത്തിൽ വാളിയപ്പാടത്ത്
പാലമുണ്ട്. അവിടെ ആ പാലം അപകടാവസ്ഥയിലാണ്. 24 ഈ വിഷയത്തിലൊന്ന് ഇടപെട്ടത് അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കണം, ഒരു പരിഹാരം വേണം എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഉറപ്പായും ഇങ്ങനെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ വിശദമായി പരിശോധിക്കാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, എന്താണ് കാര്യമെന്നുള്ള കാര്യം അന്വേഷിക്കാറുണ്ട്. നമുക്ക് കൂടി അത് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ അത് റിപ്പോർട്ടായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാറുമുണ്ട്. അതിൽ തന്നെ പലതിലും അധികൃതരുടെ ഇടപെടലും ഉണ്ടാവാറുണ്ട്.